ഖത്തർ പ്രശ്നക്കാരനാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പരാമർശമാണ് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളുടെ മോചനത്തിന് തടസ്സം ഖത്തർ കൂടിയാണെന്ന ഗുരുതര ആരോപണമാണ് നെതന്യാഹു ഉയർത്തുന്നത്. ബന്ദികളുടെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഇടനിലക്കാരായി നിൽക്കുന്ന ഖത്തറിനെ തള്ളിപ്പറഞ്ഞത്. പിന്നാലെ നെതന്യാഹുവിനെതിരെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും തിരിച്ചടിച്ചു. എന്റെ കാഴ്ചപ്പാടിൽ ഐക്യരാഷ്ട്രസഭയെയും റെഡ് ക്രോസിനെയും പോലെയാണ് ഖത്തറും. മാത്രമല്ല, ഖത്തർ അവരേക്കാൾ കൂടുതൽ പ്രശ്നക്കാരാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഹമാസ് നേതാക്കൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിനുമേൽ അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്താത്തതിലും അമേരിക്കയുടെ സൈനിക ക്യാമ്പ് ഖത്തറിൽ തുടരുന്നതിലും നെതന്യാഹു നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുമായുള്ള ഖത്തറിന്റെ തന്ത്രപരമായ ബന്ധത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിനു പകരം നല്ല വിശ്വാസത്തോടെ പ്രവർത്തിക്കാനും ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഖത്തർ വിദേശകാര്യ വക്താവ് നെതന്യാഹുവിന് മറുപടിയും നൽകി. നെതന്യാഹുവിന്റെ പ്രസ്താവന തിരുത്തരവാദപരമാണ്. നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ അത് ഇല്ലാതാക്കും. നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മധ്യസ്ഥ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് നെതന്യാഹു ചെയ്യുന്നതെന്ന് ഖത്തർ തുറന്നടിച്ചു. അതിനിടെ നെതന്യാഹുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിച്ച് അമേരിക്കയും രംഗത്തു വന്നു. ഗാസ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ ഖത്തറിന്റെ പങ്കിനെ US ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വിഷയത്തിൽ ഖത്തറിന് അനുകൂലമായി അമേരിക്ക നിലപാട് സ്വീകരിച്ചതോടെ മറ്റു രാജ്യങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുകയെന്ന ആകാംക്ഷയിലാണ് ലോകം. ബന്ദികളെ മോചിപ്പിക്കാൻ വൈകുന്നതിന്റെ പേരിൽ രാജ്യത്ത് നെതന്യാഹു വലിയ വിമർശനമാണ് നേരിടുന്നത്. യുദ്ധം നിർത്താതെ ബന്ദികളെ വിടില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. അതിനിടെ ഇസ്രായേൽ പാർലമെന്റിലേക്ക് ഹമാസ് ബന്ദിയാക്കിയവരുടെ കുടുംബങ്ങൾ ഇരച്ചുകയറിയത് നെതന്യാഹുവിന്റെ നില കൂടുതൽ പരുങ്ങലിലാക്കി. മാസങ്ങൾ പിന്നിട്ടിട്ടും ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന സംഘം പാർലമെന്റിലേക്ക് ഇടിച്ചു കയറിയത്. ഫിനാൻസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്നതിനിടെയാണ് സംഭവം. തുടർന്ന് മീറ്റിംഗ് തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നെതന്യാഹുവിനെതിരെ വലിയ രോക്ഷമാണ് രാജ്യത്ത് ഉയരുന്നത്. യുദ്ധം നിർത്തിവെക്കണമെന്ന ആവശ്യം രാജ്യത്തിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. യുദ്ധം നിർത്തിയാൽ മാത്രമേ ബന്ദികളെ വിട്ടുനൽകൂ എന്ന ഹമാസിന്റെ നിലപാട് നെതന്യാഹു തള്ളിയിരുന്നു. എന്നാൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ്. ജീവനോടെ ബന്ദികളെ മോചിപ്പിക്കാനാകുമോ എന്ന് പോലും സംശയമാണ്. 100-ലധികം ആളുകളെയാണ് ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അമേരിക്കയും ഖത്തറും ചേർന്ന് മറ്റൊരു മധ്യസ്ഥ ശ്രമം നടത്തി. 2 മാസത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ, ബന്ദികളെ വിട്ടയക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചത്. എന്നാൽ ഹമാസും ഇസ്രായേലും ഇതിന് വഴങ്ങിയില്ല. ഹമാസിനെ ഖത്തർ സഹായിക്കുന്നുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉയരുന്നതാണ്. ഖത്തറിന്റെ സഹായമില്ലാതെ ഹമാസിന് നിലനിൽക്കാൻ സാധിക്കില്ലെന്നും ഇത്രയും തുരങ്കങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ലെന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. അമേരിക്കയും കൈയൊഴിഞ്ഞതോടെ ലോകത്തിലെ വൻ സൈനിക ശക്തികളിലൊന്നായ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലായി.